രാവിലെ 5:45 ഇപ്പോൾ ഒരു ഊബർ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോകേണ്ടത് കാക്കനാട് DLFിലാണ്. ഇപ്പോൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ അല്ലാതെ വേറെ ഒരു സ്ഥലത്തും ലൈറ്റ് ഇല്ലാത്തൊരു സമയമാട്ടോ. ഇവിടെ സ്റ്റോൾസും ഷോപ്സും ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും പള്ളിയിലും അമ്പലത്തിലൊക്കെ തൊഴുവാനും കുർബാനയ്ക്കും ഒക്കെ പോകുന്നതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ ഞാൻ കാക്കനാട് DLFിലെത്തി. അപ്പോൾ അവിടെ ബാക്ക് സൈഡ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബാക്ക് സൈഡ് അവിടെ സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്തു. എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഫോണിൽ എനിക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൽ പിക്സൽ കുറവായതുകൊണ്ട് എനിക്കത് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് അതുപോലെ തന്നെ കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഞാനത് അധികം എടുത്തില്ല. അപ്പം നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു, നല്ല തണുപ്പും അങ്ങനെ ഒത്തിരി മരങ്ങളും ഒക്കെ ഉള്ളൊരു നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അപ്പം ഞാൻ അതൊരു ഒത്തിരി നേരം ആസ്വദിച്ചു, അവിടെയൊക്കെ നടന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം സമയം 7:30 ആവാൻ പോവാണ്. അപ്പോൾ ഇതുവരെ മോഡൽസ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് 3 മോഡൽസാണ് ഉള്ളത്. ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ടൈം ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ് അവർ 3 പേരും വരുന്നത്. അപ്പം ഇവിടെ ഒരു റീഡിങ് ഏരിയ പോലെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ബുക്ക് കഫേ എന്നാണ് അവർ ആ ഏരിയക്ക് പേരിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ ഏരിയയിൽ വന്നിട്ട് എന്താണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെ ടൈപ്സ് ബുക്സ് ആണ് ഉള്ളതെന്നൊക്കെ നോക്കി. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ട്രാവലോഗ്സ് ആട്ടോ. അപ്പോൾ എനിക്ക് ട്രാവലോഗിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. പക്ഷെ എൻ്റെ കണ്ണുടക്കിയ ഒരു സ്ഥലമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ പോകുമ്പം വലിയ പ്രശസ്തരായ ആൾക്കാരെ പറ്റിയിട്ടുള്ള കുറേ ബുക്സ് ഒക്കെ ഉണ്ട്. ഷേക്സ്പിയറിനെ പറ്റി, ജോർജ് ഹാഡിയാണോ തോമസ് ഹാഡി ആളെ പറ്റിയിട്ടുള്ള ബുക്ക്, അങ്ങനെ ഒത്തിരി ബുക്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ബുക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ബുക്സ്, അതായത് ബേക്കിങ്ങിനെ പറ്റിയും കുക്കിങ്ങിനെ പറ്റിയിട്ടുള്ള ബുക്സ്. ഞാൻ കുറച്ച് നേരം അതൊക്കെ വായിച്ചിരുന്നായിരുന്നു നേരത്തെ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ നടന്നു. പിന്നെ ഇപ്പോൾ സൺറൈസ് ശരിക്കും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുമ്പം ഈ ഒരു ഏരിയയിൽ കൂടി നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, ഈ ഡോറ് ലോക്ക്ഡ് ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ എടുത്ത വീഡിയോ എടുത്ത ആ സ്ഥലത്തേക്ക് പോയപ്പം അവിടെ ഒത്തിരി പേര് യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീഡിയോ എടുക്കുന്നത് മോശമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ യോഗ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടെ പോയിട്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു മേക്കപ്പ് ചെയ്യാനിരിക്കുന്ന റൂം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഇതൊരു ക്ലബ് ഹൗസ് ആട്ടോ. അപ്പോൾ ഈ ക്ലബ് ഹൗസിൻ്റെ ഉള്ളിൽ കിഡ്സ് പ്ലേ റൂം ഉണ്ട്. അപ്പോൾ ഈ കിഡ്സ് പ്ലേ റൂമിലാണ് നമുക്ക് എന്താ പറയുക മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ മേക്കപ്പ് ബോക്സും ഹാൻഡ് ബാഗും ഞാൻ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കിഡ്സ് പ്ലേ റൂം, കണ്ടോ എൻ്റെ ബാക്കിരിക്കുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി ടോയ്സ് ഉണ്ടായിരുന്നു അവിടെ, പസിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ, ഇതിൽ സൗണ്ട് വരും ഗൈസ്. അപ്പം എനിക്ക് സൗണ്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, വീഡിയോയുടെ സൗണ്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. നമുക്ക് ആ മുകളിലൊരു യെല്ലോ സ്വിച്ച് ഉണ്ട്. ആ യെല്ലോ സ്വിച്ച് റൈറ്റ് സൈഡിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൗണ്ട് വരും, നമ്മൾ കീബോർഡിൽ പ്ലേ ചെയ്യുന്ന പോലെ തന്നെ. നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ കുറച്ച് സമയം കളയണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ആ കുട്ടികളുടെ ടോയ്സ് ഒക്കെ എടുത്ത് നോക്കി അങ്ങനെയൊക്കെയാണ് എൻ്റെ സമയം പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് മോഡലിൽ അങ്ങനെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത ശേഷം ഇതാണ് അർപ്പണ വന്നു. അർപ്പണയുടെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ അർപ്പണ വന്ന സമയത്ത് എടുത്ത വീഡിയോയിൽ ആളുടെ ഫേസ് ക്ലിയർ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇടാത്തത് കേട്ടോ. അങ്ങനെ അർപ്പണയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് അർപ്പണേനെ ഞാൻ സെറ്റിൽ കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് അർപ്പണയുടെ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് അർപ്പണയുടെ മേക്കപ്പ് ലുക്ക്. ഒരു കോർപ്പറേറ്റ് ലുക്കായിരുന്നു വേണ്ടത്, ഒരു IT, അതായിരുന്നു ഇന്നത്തെ ക്യാരക്ടർ അർപ്പണയുടെ. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വെയിലത്തിരുന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സെറ്റിലുള്ള എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അർപ്പണയുടെ അടുത്തൊന്ന് നോക്കി, എന്തെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ, എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അർപ്പണ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അർപ്പണയുടെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് മോഡലായിട്ടുള്ള ലിസ് വന്നത്. അപ്പോൾ ലിസ്സിൻ്റെ നമുക്കൊരു എന്താ പറയുക, ഒരു നാടൻ ലുക്കാണ് വേണ്ടത്. ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ലിസ്, അതാണ് ഇതിനകത്തുള്ള ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ലിസ്സിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ലിസ്സിനെ സെറ്റിൽ കൊണ്ടുവന്നു. എന്നിട്ട് ലിസ് ആക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മുടെ ഡയറക്ടറും ക്യാമറമാനും എല്ലാവരും ലിസ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ലിസ്സിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ചെറിയ വീഡിയോ ലിസ്സിൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാട്ടോ ലിസ്സിൻ്റെ മേക്കപ്പ് ലുക്ക്. അതിനുശേഷം ലിസ്സിൻ്റെ ഫസ്റ്റ് ഷോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ്. ലിസ്സിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടോ ഇപ്പോൾ.
അപ്പോൾ എനിക്ക് വന്നേക്കുന്ന ലഞ്ച് എന്താന്ന് നോക്കിയാൽ ചിക്കൻ സാലഡാണ് എനിക്ക് വന്നേക്കുന്ന ലഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച സെയിം സ്പേസിൽ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വെയിലൊന്നുമില്ല, സൂര്യൻ കുറച്ച് അങ്ങോട്ട് മാറിയതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വെയിലൊന്നും വരുന്നില്ല, എന്നാലും ചൂടുണ്ട് നന്നായിട്ട്. അപ്പോഴത്തേക്കും ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ 3rd മോഡലായിട്ടുള്ള അഞ്ജന വന്നു. അങ്ങനെ അഞ്ജനയുടെ മേക്കപ്പും ചെയ്തു. അഞ്ജന ഒരു ആർജയാണ്, അതാണ് ഇന്നത്തെ ക്യാരക്ടർ അഞ്ജനയുടെ. അങ്ങനെ അഞ്ജന ഒരു കഫേയിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അഞ്ജനനെ സെറ്റിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അഞ്ജന ആക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ക്യാമറമാനും ഡയറക്ടറൊക്കെയാണ്. പൂൾ സൈഡിലായിരുന്നു. നമ്മൾ ഇവിടെയാണ് നേരത്തെ സൺറൈസ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തത്. പിന്നെ ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടായിരുന്നു. ഇതൊരു തോപ്പിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റുഡിയോ ആണ്. അവിടെയാണ് നമ്മുടെ ആർജിയുടെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, റേഡിയോ സ്റ്റേഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ വൈഫും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആയിട്ടുള്ള ശ്രുതിയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പാക്കപ്പായി ഞാൻ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. പാക്കപ്പ് ആവുന്ന സമയത്തുള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പാക്കപ്പായ സന്തോഷത്തിൽ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺ ദ വേ പോകുന്ന വീഡിയോസ് എടുക്കാമെന്ന്, വീട്ടിലേക്ക് പോകുന്ന. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഊബർ എടുത്ത് പോവാണ്. അപ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 9-9:30 ആയിട്ടുണ്ടാവും ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. ഇത്തിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. പോകുന്ന വഴി ഞാൻ ഒരു കുഞ്ഞു കടയിലൊക്കെ കയറി എന്താ പറയുക, ഒരു ചെറിയ ലേസൊക്കെ വാങ്ങി. ലേസ് വാങ്ങിയതെന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിക്കണം എന്ന്, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം എന്നൊരു ക്രേവിങ്സ് തോന്നിയപ്പം അങ്ങനെ ഒരു ലേസിന്റെ പാക്കറ്റൊക്കെ വാങ്ങിയിട്ടാട്ടോ ഞാൻ പോയത്. ഇപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു രാത്രിയായിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.